സൂപ്പർ അല്ലേ? ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാനൊരു പാസ്തയാണ് റെഡിയാക്കുന്നത്. എന്താന്ന് ചോദിച്ചാൽ, പിള്ളേർക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ വീട്ടിലെ കുട്ടികൾക്കൊക്കെ നമ്മൾ ഡെയിലി ഓരോന്നും ഉണ്ടാക്കി കൊടുക്കും. ഇഡലി ദോശയും കണ്ടാൽ അവർക്ക് ഇഷ്ടമേ അല്ല, ഉപ്പുമാവൊന്നും പറയുകയും വേണ്ട. അപ്പൊ എന്ത് വരുമെന്ന് ഉണ്ടാക്കി കൊടുക്കാന്ന് കരുതിയപ്പം പാസ്ത ഇരിപ്പുണ്ട്. എന്നാൽ അങ്ങ് പാസ്ത ഉണ്ടാക്കിയാലോ എന്ന് കരുതിയാണ്. അപ്പൊ ഞാൻ ഉണ്ടാക്കുന്നത് എൻ്റെതായ രീതിയിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് കൂടെ കാണിച്ചു തരാം. ഞാൻ മുട്ടയൊക്കെ ഇന്നൊരു വെറൈറ്റി പാസ്തയാണ് ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം. വരൂ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിലേക്ക് ഞാനിവിടെ ഈ കപ്പിന് ഒരു 1.25 കപ്പ് പാസ്ത എടുക്കുന്നുണ്ട്. നമുക്കത് ഞാനിവിടെ കുക്കറിനകത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 3 വിസിൽ വിടുകയാണ്. അല്ലാതെ ഞാൻ ഓപ്പണായിട്ട് ഇട്ടല്ല വെക്കുന്നത്. അപ്പം നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. 1.25 കപ്പ് പാസ്ത ഇട്ടിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. കളവൊന്നും വേണ്ട. ഇപ്പം നമുക്ക് നികക്കെ നിന്ന് വെച്ചാൽ മതിയേ. ഇച്ചിരി കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇതിന് ഞാനൊരു 2 കപ്പ് വെള്ളമോളം ഒഴിച്ചിട്ടുണ്ട്. അതിന് നമുക്കൊരു ലൈറ്റായിട്ട് ശകല ഉപ്പും കൂടി ഇടാം. ഉപ്പും കൂടി ഇട്ട് ഞാനിപ്പോൾ ഒരു 3 വിസിൽ വെക്കുന്നുണ്ട്. ഇത് ചെറിയ കുക്കറായ കാരണം ഞാൻ ചെറിയ സ്റ്റൗവിലാണ് വെക്കുന്നത്. ഇതിലോട്ട് വെച്ച് നമുക്കൊരു 3 വിസിൽ വിട്ട് കൊടുക്കാം. അതവിടെ ഇരുന്ന് വിസിൽ വേകട്ടെ. രണ്ട് തക്കാളി ഇരിപ്പുണ്ടായിരുന്നു. എൻ്റെ ചെടിയെ ഇപ്പം തക്കാളി നിൽപ്പുണ്ടായിരുന്നു. അപ്പം 2 തക്കാളി എന്നാൽ ഫ്രഷായിട്ട് ഇട്ട് അങ്ങ് കറി വെക്കാമല്ലോ എന്നും കരുതി ഞാൻ ആ തക്കാളി പറിച്ചുകൊണ്ട് വരുമായിരുന്നു. എൻ്റെ നെയ്ബറിൻ്റെ കല്യാണമായിരുന്നു. ഇന്നലെ ആയിരുന്നു റിസപ്ഷന്, ഇന്ന് കല്യാണം. ഇതിനകത്തോട്ട് വേണ്ടിയ സ്പ്രിംഗ് ആണിയനാണ്. ഞാനിതിവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. പൊടിയായിട്ട് അരിയണം. ഇങ്ങനെ പൊടിയായിട്ട് നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ അവരവർക്ക് എത്ര വേണോ അത്ര ക്വാണ്ടിറ്റി എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് എടുത്തിട്ടുള്ള. എനിക്കിത് പൊടിയായിട്ട് അരിയാം. എന്തെങ്കിലും ഇങ്ങനെ ഉള്ളി കളയണ്ട കേട്ടോ. അപ്പം നമ്മൾ ഇതിനകത്തോട്ട് വേറെ ഉള്ളി ഇടുന്നില്ല. അതുകൊണ്ട് ഈ ഉള്ളി തന്നെയാണ് ഞാൻ ഇതിനകത്തോട്ട് ചേർക്കുന്നത്. ഇതിൻ്റെ ആ അറ്റത്തെ ഉണ്ടല്ലോ അത്, പിന്നെ ശകലം തണ്ടും കൂടെ നമുക്ക് ഇതിങ്ങനെ പൊടിയായിട്ട് ഇങ്ങനെ അരിഞ്ഞെടുക്കാം. ഫുള്ള് എടുക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ഈ വാല് പോലെ ഇരിക്കുന്നതൊന്നും എടുക്കരുത്. ഇങ്ങനെ പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിവിടെ ഒരു പാതി ക്യാപ്സിക്കം എടുക്കുന്നുണ്ട്. കുറച്ച് മതി. അത് നമുക്ക് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം. ഇതിനകത്ത് ഇതൊക്കെ കളയാണ്. ഈ വെളുത്ത ഇതും അരിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കളഞ്ഞു വെച്ചെടുക്കണം നമ്മൾ. അതൊന്നും നമുക്ക് വേണ്ട. ആ വെളുത്ത ഭാഗമൊക്കെ ആണെങ്കിൽ അതങ്ങ് മാറ്റിക്കളയണം നമ്മൾ. ഇങ്ങനെ കത്തി വെച്ചിട്ട് ഇങ്ങനെ ചിരണ്ടി അങ്ങ് എടുത്താൽ മതി. അതങ്ങ് പൊയ്ക്കോളും. അത് നമുക്ക് ആവശ്യമില്ല. എന്നിട്ട് നമുക്ക് ചെറുതായിട്ട് ഇത് അരിഞ്ഞെടുക്കാം. ഇങ്ങനെ പൊടിയായിട്ട് അരിഞ്ഞെടുക്കാം. ഇതെല്ലാം കൂടെ നമുക്ക് ഒരു പാത്രത്തിലോട്ട് ഇട്ട് വെക്കാം. നമ്മുടെ പാസ്ത അവിടെ വിസിൽ കൂകിയിട്ടുണ്ട്. ഞാനത് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിതെല്ലാം റെഡി ആക്കുമ്പോഴത്തേക്ക് നമ്മുടെ അതിൻ്റെ വിസിലും എല്ലാം പോയി കിട്ടും നമുക്ക്.
നമുക്ക് ഈ കട്ട് ചെയ്തതെല്ലാം കൂടെ ഒരു പാത്രത്തിനകത്തോട്ട് തന്നെ നമുക്ക് ഇട്ട് വയ്ക്കാമേ. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് തക്കാളിയാണ്. ഞാൻ എൻ്റെ ചെടിയേന്ന് തന്നെ പറിച്ച തക്കാളിയാണിത്. 2 തക്കാളി പഴുത്തായിരുന്നു. അപ്പം ഞാനത് പറിച്ചെടുത്തുകൊണ്ട് പോരുന്നു. തക്കാളി പറിക്കാൻ പോയപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ചെറുക്കൻ്റെ കല്യാണമായിരുന്നു, അവരുടെ മോൻ്റെ കല്യാണമായിരുന്നു ഇന്നലെ. അപ്പോൾ അവർ ഞങ്ങൾ പോയായിരുന്നു റിസപ്ഷൻ. ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങളെല്ലാവരും പോയായിരുന്നു. ഈ അപ്പാർട്ട്മെൻറ്റിൽ എല്ലാവരും പോയി. ഭയങ്കര മഴയായിരുന്നു, എന്തോ മഴയായിരുന്നു എൻ്റെ അപ്പ. അങ്ങനെ ഞങ്ങളെല്ലാവരും പോയി. മഴയ്ക്കോടാ രാത്രി വന്നതുമല്ല. ഒരു 10-11 മണിയായി വന്നപ്പോഴത്തേക്ക് മഴയൊക്കെ കഴിഞ്ഞു. പിന്നെ അപ്പോൾ പെണ്ണും ചെറുക്കനും ഇപ്പോൾ വന്നപ്പോൾ കണ്ടപ്പോൾ ചോദിച്ചു, എന്താ ആൻറ്റി കല്യാണത്തിന് വരാൻ ഞാൻ ചോദിച്ചു. നമ്മളൊക്കെ നമ്മുടെ റിലേഷനൊക്കെ ആണെങ്കിൽ നമ്മൾ 2 നേരവും പോകാം. പിന്നെ റിസപ്ഷന് പോയി, കല്യാണത്തിനും കൂടെ പോകാൻ പറ്റും, നാക്കേടല്ലേ. ഒരു കല്യാണം റിസപ്ഷന് മാത്രം പോയിച്ചു വന്നു. നമ്മുടെ തക്കാളി ഇങ്ങനെ തൊലി എത്തിയെടുക്കാം. തൊലി ചെത്തേണ്ടവർക്ക് ചെത്താൻ, വേണ്ടാത്തവർക്ക് വേണ്ട. ഞാനിപ്പോൾ ഇച്ചിരി കട്ടിയായ കാരണം തൊലി ചെത്തിയെടുക്കുകയാണ്. നമ്മുടെ ഈ തക്കാളിയും കൂടെ നമുക്ക് പൊടിയായിട്ട് അതിനകത്തോട്ട് അരിഞ്ഞു കൊടുക്കാവേ. ഈ തക്കാളിയുടെ നടുക്കത്തെ വെള്ളം എടുക്കണമെങ്കിൽ കുരു എടുക്കണമെന്നുള്ളവർക്ക് എടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടുത്തെ എടുത്തില്ല. ഞാനിവിടെ പിന്നെ എൻ്റെ ചെടിയില ആയതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതാണെങ്കിൽ ഒത്തിരി കട്ടിയുള്ളതൊക്കെ ആണെങ്കിൽ നമുക്ക് അതൊക്കെ എടുത്തേച്ച് വേണമെങ്കിൽ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ എടുത്തിട്ടില്ല. ഇതിന് ഒത്തിരി ഇതില്ല, കണ്ടോ, ചെറുതായിട്ട്. പൊടിയായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് അതും കൂടെ അതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. മല്ലിയിലയാണ്, നമുക്ക് അതും കൂടെ പൊടിയായി അരിഞ്ഞു കൊടുക്കുക. തീരെ പൊടിയായി അരിഞ്ഞു കൊടുക്കുക. ഇതെല്ലാം കൂടെ നമുക്ക് ഒന്നിച്ചിടാം. അടുത്തതായി ഞാൻ ഇതിനകത്തോട്ട് ഒരു 5 മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ടയൊക്കെ അവരവരുടെ ഇഷ്ടം, എത്ര വേണോ അത്രയും ചേർക്കാം. അപ്പം ഞാനിവിടെ ഒരു 5 മുട്ട എടുക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ലൈറ്റായിട്ട് ഉപ്പ് ചേർത്ത് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാമേ. അങ്ങനെ ആവശ്യമുള്ളൂ. കുറച്ച് ഉപ്പ് ഇടുന്നുള്ളൂ, കാരണം നമ്മൾ പാസ്ത വേവിച്ചപ്പോഴേ ഉപ്പിട്ട് വേവിച്ചില്ലായിരുന്നു, അതുകൊണ്ടാണ്. മുട്ട അങ്ങനെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഈ പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. ഇതിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം, മിക്സ് ചെയ്തെടുക്കണം. ഇച്ചിരി ഉപ്പൂടി ഇടാം, ഉപ്പ് തികയത്തില്ല. ശകലം ഉപ്പൂടി ഇട്ടിട്ടുണ്ട് ഞാൻ. എരിവിനാവശ്യമായിട്ടുള്ള ശകലം കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. എരിവൊക്കെ അവരവരുടെ ഇഷ്ടം വേണേൽ ഇടാം. ചിലർക്ക് എരിവ് കൂടുതൽ വേണം, ചിലർക്ക് എരിവ് കുറച്ച് മതി. ഇവിടെ ഞങ്ങൾക്ക് അങ്ങനെ ഒത്തിരി എരിവൊന്നും വേണ്ട. ഇതെല്ലാം കൂടെ ചേർത്ത്, ഈ വെജിറ്റബിൾസ് എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ഇതിനകത്തോട്ടൊരു ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. നമ്മുടെ പാസ്ത അവിടെ വെന്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു പാത്രത്തിനകത്തോട്ടിട്ട് അത് സ്ട്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു, വെള്ളമെല്ലാം ഒന്ന് വാങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്കിനി ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാൻ വരും.
എല്ലാം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ലൈറ്റായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് എല്ലായിടും ഒന്ന് പിടിക്കണമല്ലോ, അതുകൊണ്ട്. ഇപ്പം ഞാൻ ഫ്ലെയിം സിമ്മിലാണ് വെച്ചിരിക്കുന്നത്. മുട്ടയെല്ലാം നമുക്ക് എല്ലാ ഭാഗത്തോട്ടും മിക്സ് ആകണം. അങ്ങനെ നമ്മുടെ മുട്ടയെല്ലാം മിക്സ് ആയിട്ട് നമുക്ക് ഇച്ചിരി ഇതിട്ട് കൊടുക്കാമേ, ഹെർബ്സ് ഇട്ട് കൊടുക്കാമേ. കുറച്ച് മതി. ഇനി നമുക്ക് ഇച്ചിരി ഈ ഓറിഗാനോയും മിക്സും എല്ലാം കൂടെ ചേർന്ന് നമുക്ക് മേടിക്കാൻ കിട്ടും കടയിൽ. നമുക്ക് അതിച്ചിരി ഇട്ട് കൊടുക്കാമേ. ഞാൻ അതാണ് ഇവിടെ മേടിച്ചേക്കുന്നത്. നമുക്ക് അതിച്ചിരി ഇട്ട് കൊടുക്കാം. നമ്മളിങ്ങനെ കുലുക്കി കൊടുത്താൽ മതി, അത് വീഴും. ഇനി നമുക്ക് ഇച്ചിരി ഹൈ ഫ്ലെയിമിൽ വെക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് പിന്നെ നമുക്ക് സ്ലോയിൽ വെക്കാം. അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്താ വായെന്ന് നമ്മുടെ സംഗതിയെ. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമുക്കിതിനി ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ച് തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ ഞാൻ ഒരു സൈഡ് ഇവിടെ മൂത്തിട്ടുണ്ട്. ഞാൻ ഈ സൈഡും കൂടെ നമുക്കിതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇങ്ങനെ. ഇതിന് ഇന്ന് ലോ ഫ്ലെയിമിൽ ഒന്നുകൂടെ ആകട്ടെ. നമ്മുടെ പാസ്ത നമുക്കൊന്ന് നോക്കാം റെഡി ആയോ എന്ന്. തുറന്നിട്ടുണ്ട്. എന്തെന്ന് തോന്നുന്നു. ഇപ്പം ഞാനിവിടെ സ്റ്റൗ ഓഫ് ചെയ്യുകയാണ്. നമുക്കിതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഞാൻ ഈ പാത്രത്തിനകത്തോട്ടാണ് എടുക്കുന്നത്. ആടാ, അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ കൂട്ടുകാരെ? അങ്ങനെ നമ്മുടെ വെറൈറ്റി പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്ത് വേണമെങ്കിൽ കട്ട് ചെയ്ത് ഉപയോഗിക്കാം. അല്ല, അങ്ങനെ പിള്ളേരല്ലേ, അവർക്ക് കട്ട് ചെയ്ത് കൊടുക്കുന്നതല്ലേ ഇഷ്ടം. നമുക്കിങ്ങനെ കട്ട് ചെയ്യാം. ഇതേണ്ട, ഇപ്പം ചൂടാണ്. ആറിയിട്ട് വേണം കട്ട് ചെയ്യാനുമൊക്കെ. ഞാൻ ചൂടോടെ അങ്ങ് കട്ട് ചെയ്യുക. നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി കട്ട് ചെയ്തെന്നേ ഉള്ളേ. നോക്കൂ കൂട്ടുകാര്, അങ്ങനെ നമ്മുടെ വെറൈറ്റി പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ. സൂപ്പർ അല്ലേ?